ഓട്ടം 38,000 കിലോമീറ്റർ. നോർമൽ ഓട്ടാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്, ടോപ്പ് ആൻഡ് സൺറൂഫ് എടുക്കാൻ വരുന്നത് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 2022 ജാസ്, 38,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്. ക്ലെയിം ഒന്നുമില്ലല്ലോ, നീറ്റ് വണ്ടി. ഒരു CVT ഓട്ടോമാറ്റിക് ജാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൂക്കാം. പുതിയ ടയേഴ്സ് ആണോ? ടയേഴ്സ് പുതിയതാണ്. ഒന്നും ചെയ്യണ്ട, വാഷ് ചെയ്യുക, പോളിഷ് ചെയ്യുക, എടുക്കുക, കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് XL പ്ലസ്. ഇത് എത്ര ഓട്ടം പോയിട്ടുണ്ട്? 9,000 കിലോമീറ്റർ. 9 ഓടിയുണ്ട് അല്ലേ? നേരത്തെ 2,500 ആയിരുന്നു, ഇത് 9,000 ഓടിയിട്ടുണ്ട്. ഇതും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷനിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എടുക്കുന്ന അന്നോട്ടുള്ള വാറണ്ടിയാണ് കിട്ടുക, 3 വർഷത്തേക്കുള്ള വാറണ്ടി. ഈ വർഷം രജിസ്ട്രേഷൻ വരെ 2025 വരിക. അതാണ് ഗുണം. 2027 വരെ ഫുൾ പേപ്പർ ഫിറ്റായി നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ. സെക്കൻഡ് ഓണർ 90 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് വന്നിട്ട് അതിലേറ്റാ 99 രൂപ കൊടുക്കുക. 99,000 രൂപയ്ക്ക് 2027 വരെ പേപ്പറുള്ള ഈ ഒരു വാഗണർ 2007 മോഡൽ 20 വരെ പേപ്പർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല, അത് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ 2 തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ട് റെക്കോർഡ് സെയിൽ നടന്നൊരു സ്ഥലമാണ് ടാറ്റ മോട്ടോഴ്സ് റൊട്ടാന, കോഴിക്കോട് മീൻചന്തയിലാണ് ലൊക്കേഷൻ വരുന്നത്. എന്താ പറയുക, നല്ല അടിപൊളി ഡീലർ പ്രൈസിൽ തന്നെ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഡീലർ പ്രൈസിൽ വാഹനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോറൂമാണിത്. യൂസ്ഡ് കാസ് തന്നെയാണ്, പേടിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വരുന്നുണ്ട്. അതായത് ഇവരുടെ പുതിയ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ്, യൂസ്ഡ് കാസ്, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി മോഡൽസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഷാഹിദിനോട് തന്നെ ചോദിക്കാം. ഷാഹിദെ, സ്വാഗതം. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ? അതിന്റെ മുന്നത്തെ വീഡിയോ പോലെ തന്നെ കത്തിക്കറിയോ? എൻക്വയറി ഉണ്ടായിരുന്നു, വെഹിക്കിൾ സോൾഡ് ആയിട്ടുണ്ട്. പോയി. നമ്മളിപ്പോ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളിന്റെ ഒരു വീഡിയോ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അപ്പോഴേക്ക് ഒരുവിധം വെഹിക്കിളൊക്കെ സോൾഡ് ആയി. ഇന്നത്തെ എന്തായാലും കാണിക്കില്ല. വെഹിക്കിൾ ഉണ്ട് നമ്മുടെ അടുത്ത്. ഇപ്പോൾ ടിയാഗോയും ഓൾട്രോസ് റേസർ. അതായത് നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ ആവാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അങ്ങനത്തെ വണ്ടികൾ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ മീൻചന്ത ജംഗ്ഷന് രാമനാട്ട് വരെ പോകുന്ന വഴിക്ക്, ജംഗ്ഷൻ കഴിഞ്ഞൊരു 100-200 മീറ്റർ അല്ലേ? ലെഫ്റ്റ് സൈഡിലാണ് ഷോറൂം. പുതിയ ന്യൂ കാറിന്റെ ഷോറൂം തന്നെയാണ്. ഇതിന്റെ തൊട്ട് ചേർന്ന് തന്നെ യാർഡ് ഉണ്ട് അല്ലേ? എല്ലാ വെഹിക്കിളും ഉണ്ട്, ചെറിയ വെഹിക്കിൾസ് എല്ലാം എല്ലാം ഉണ്ട്. അപ്പോൾ ടാറ്റ വെഹിക്കിൾസിന് വാറണ്ടിയും കിട്ടും. ഓക്കെ. അപ്പോൾ കൂടുതൽ നമുക്ക് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യം നമുക്ക് ടാറ്റേൻ്റെ വണ്ടിയിൽ തന്നെ തുടങ്ങാം. KL 72 രജിസ്ട്രേഷനുള്ള നെക്സോൺ ആണ്, ടാറ്റ നെക്സോൺ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ. ഓക്കെ. XM ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ, സിംഗിൾ ഓണർ വരും. സിംഗിൾ ഓണർ 22. XM എന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷൻ ആണ്. പവർ വിൻഡോസ്, എയർ ബാഗ്, സ്റ്റീരിയോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരും അല്ലേ? വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ല. ഒരു ഇത് ഹൈലൈറ്റ് ഇതിന്റെ കിലോമീറ്ററാണ്. ആകെ 2,900 കിലോമീറ്റർ ഓടിയിട്ട് 2022 വണ്ടി അല്ലേ? 2,900. പീരിയോഡിക് സർവീസ് ഒക്കെ പ്രോപ്പർ പോയതാണ്. എല്ലാ ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ TMAയുടെ വാറണ്ടി ഉണ്ടാവും. ടാറ്റ മോട്ടോർ അഷ്യൂറിന്റെ വാറണ്ടി ഉണ്ടാവും. ടാറ്റ മോട്ടോഴ്സ് അഷ്യൂറിന്റെ വാറണ്ടിയും കിട്ടുന്ന വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. വെറും ലോ കിലോമീറ്റർ വണ്ടി. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 7,49,000 രൂപ കൊടുക്കും. 7,49,000 2022 2,500 കിലോമീറ്റർ ഓടിയ നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പ്, അണ്ടർ വാറണ്ടിയിൽ വരുന്ന വാഹനം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ? ലോൺ ഒരു 7 lakh വരെ ലോൺ കയറും. 7 lakh വരെ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. ഇതാണ് ഇന്നത്തെ വെറൈറ്റി സ്റ്റോക്ക് ടാറ്റ അൾട്രോസ് റേസർ അല്ലേ? ഒരു ഡെമോ വണ്ടിയാണ് ഇവിടുത്തെ. ഫസ്റ്റ് ഓണർ നിങ്ങളാവാൻ പോകുന്നൊരു വാഹനം. ടാറ്റയുടെ ഡെമോ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2024 മോഡലാണ്. 24. ഓക്കെ. ആകെ കിലോമീറ്റർ ആകെ 2,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഓക്കെ. 2 സംതിങ്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് സ്പെക്ക് വരുന്നുണ്ട്. സ്പെക്കിന്റെ കാര്യം പറയണ്ട. ഇത് നമ്മളെ പോളോ GT ആയിട്ട് കടപിടിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെതായ പവർ എത്ര? 120 ആണ് ഇത് വരുന്നത്. 120 PS പവറും 170 Nm ടോർക്കും വരുന്നത്. അതുപോലെ സൺറൂഫ് എന്ന് വെച്ചാൽ വോയിസ് കമാൻഡിൽ നമുക്ക് സൺറൂഫ് ഓപ്പൺ ക്ലോസ് ഒക്കെ ചെയ്യാൻ പറ്റും. അൾട്രോസ് നോർമലി 3 സിലിണ്ടർ ആണ് ഇറങ്ങുന്നത്. ഇത് 4 സിലിണ്ടർ ടർബോ ആണ്. ഇത് 4 സിലിണ്ടർ ടർബോ വണ്ടിയാണ്. പവറിൽ തന്നെയാണ്. 360 ക്യാമറ എല്ലാം വരും. 360 ക്യാമറ, സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഈ കളർ തീം, ഈ സ്ട്രൈപ്സ് വരുന്നത് സ്പോർട്ടിംഗ് കളർ തീമാണ് അല്ലേ? ഓക്കെ. എന്തായാലും പുതിയ വണ്ടി ഫസ്റ്റ് ഓണർ നിങ്ങളിലേക്ക് ആവാൻ പോവാണ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്രയുണ്ട്? 24. 13,20,000 രൂപ അടുത്ത് വരുന്നുണ്ട്. ഓൺ റോഡ് വരുന്ന 13,20,000 ഓൺ റോഡ് വരുന്ന കുറച്ച് വണ്ടികളെ ഇറങ്ങിയിട്ടുള്ളൂ. റേസർ 2,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 9,95,000 രൂപക്ക് ഓൺ റോഡ് നമുക്ക് പോകും. 9,95,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ വാഹനം. ലോൺ കയറും. ഇതിന് ഫുൾ ലോൺ വരെ കയറും. അത് 70 years ഒക്കെ കയറുമോ? പുതിയ വണ്ടിയല്ലേ? ഓക്കെ.
7 years വരെ ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. കാർ ഇറക്കുന്ന അതേ ഇതിൽ തന്നെയാണ്. അതേ ഇതിൽ തന്നെ നിങ്ങളിപ്പോൾ ഇറക്കുമ്പോഴാണ് കമ്പനീൻ്റെ 3 വർഷത്തെ വാറണ്ടി കിട്ടുക അല്ലേ? അവർക്ക് ഇഷ്ടപ്പെടുന്ന നമ്പർ വരെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ രജിസ്ട്രേഷനിലേക്ക് നമ്പർ സെലക്ട് ചെയ്യാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 995-ന് ഈ ഒരു റേസർ കൊണ്ടുപോകാം. അത്രയും പവർഫുൾ വണ്ടിയാണ്. ഇതിന് മൈലേജ് എങ്ങനെ കിട്ടാറുണ്ട്? മൈലേജ് വലിയ മൈലേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഒരു 10 ആ റേഞ്ചൊക്കെ ആണ് മൈലേജ്. 10 to 12 കിട്ടോ? 10 to 12 പ്രയാസമാണ്. ബൈപ്പാസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പോളോ TSI ഒക്കെ അതിൻ്റെ ഒരു ഡ്രൈവ് കാർ ആണിത്. ചെയ്യുന്ന ആൾക്ക് ഭയങ്കര അസാധ്യം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഓടിച്ചിട്ടുണ്ടോ? വണ്ടി ഓടിച്ചില്ല. ഇല്ല, ഞാൻ ഓടിച്ചില്ല. റേസർ ഒന്ന് ഓടിച്ച് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ പവർ മനസ്സിലാവും. ഓക്കെ, പെർഫോമൻസ് നോക്കണ്ടല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതും ഒരു ഡെമോ വെഹിക്കിളാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. പുറകിൽ ഇഷ്ടം പോലെ യൂസ്ഡ് കാസ് ഉണ്ട്. നമുക്ക് ഈ അവിടെ പോയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടെ. 2 ലക്ഷം 1 ലക്ഷത്തിനൊക്കെ വണ്ടികളുണ്ട്. അതാ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഇഷ്ടം പോലെ വണ്ടികൾ ഇതിന് പുറകിൽ വരാനുണ്ട്. ഇത് ടിയാഗോ ആണ്. എങ്ങനെയാ? ഇത് 2024 മോഡൽ. ഓക്കെ, എക്സെറ്റ് പ്ലസ് പെട്രോള് ഫുൾ ഓപ്ഷൻ ടോപ്പിന്റെ വണ്ടിയാണ് എക്സെറ്റ് പ്ലസ്. ഇത് എത്ര ഓട്ടം പോയിട്ടുണ്ട്? 9000 കിലോമീറ്റർ. 9 ഓടിയുണ്ട് അല്ലേ? നേരത്തെ 2500 ആയിരുന്നു. ഇത് 9000 ഓടിയിട്ടുണ്ട്. ഇതും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷനിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എടുക്കുന്ന അന്നോട്ടുള്ള വാറണ്ടിയാണ് കിട്ടുക. 3 വർഷത്തേക്കുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ. ഈ വർഷം രജിസ്ട്രേഷൻ വരെ 2025 ആണ് വരിക. അതാണ് ഗുണം. ഓക്കെ, എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 7,49,000 രൂപ. ഇതന്ന് ഇറങ്ങുമ്പോൾ എത്രയുണ്ട്? 24 പുതിയതിന് 8,9 അടുത്ത് വരുന്നുണ്ട്. 9 അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട്. ചെറിയ നെഗോസിയേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊടുക്കട്ടോ. ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുതിയ വണ്ടിയാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. പുതിയ വണ്ടിയാണ്, പുതിയ വാറണ്ടിയിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. ചെറിയ ഓട്ടം പോയിട്ടുണ്ടാവുകയാണെങ്കിൽ പ്രൈസ് എന്തെങ്കിലും ചെയ്തു തരാം അല്ലേ? അടുത്തത് അടിപൊളി ഒരു ഡീസൽ ബ്രസ. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ബ്രസയാണ്. റെഡ് കളറും KL 12 രജിസ്ട്രേഷൻ ആണ്, വയനാട്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 മോഡല്. ഓക്കെ, സിംഗിൾ ഓണറാണ്. VDI പ്ലസ്. കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44,000 മാത്രം. 2018 വണ്ടി, അതും ഡീസൽ. വളരെ ലോ കിലോമീറ്റർ. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ? എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 6,95,000 രൂപ കൊടുക്കാം. 6,95,000-ന് 2018 VDI പ്ലസ് ബ്രസ. വെറും 44,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ അഡീഷണൽ കസ്റ്റമറിന് വാറണ്ടി വേണമെങ്കിൽ നമുക്ക് വാറണ്ടി പുറത്തുനിന്ന് എടുത്തു കൊടുക്കാം. അഡീഷണൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ വാറണ്ടി എടുത്തു കൊടുക്കാം. 2 വർഷത്തെ വാറണ്ടി എടുത്തു കൊടുക്കാം. അതിനെത്ര വരും അഡീഷണൽ പേയ്മെന്റ്? 7,000 രൂപ 8,000 രൂപ. 7,000 രൂപ അഡീഷണൽ 2 വർഷത്തെ വാറണ്ടിയും കിട്ടും ഈ വാഹനത്തിൽ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലുള്ളൂ. നമ്മൾ യാർഡിലേക്ക് വന്നു. നല്ല മഴ വരാൻ പോകുന്നുണ്ട് അല്ലേ? അതിന് മുമ്പ് വേഗം തീർക്കാം. ഓക്കെ, ജാസാണ് അടുത്തത്. KL 85 വണ്ടി. ഫറൂഖാണ് ഇവിടെ തന്നെ. 2022 മോഡല്. പെട്രോൾ CVT ഓട്ടോമാറ്റിക് ആണ്. 22 അല്ല? 22. ഓട്ടോ എത്ര പോയി? ഓട്ടം 38,000 കിലോമീറ്റർ. നോർമൽ ഓട്ടാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ടോപ്പിന് ഏറ്റവും സൺറൂഫ് എടുക്കാൻ വരുന്നത് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 2022 ജാസ്. 38,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? നീറ്റ് വണ്ടി. ഒരു CVT ഓട്ടോമാറ്റിക് ജാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൂക്കാം. പുതിയ ടയേഴ്സ് ആണോ? ടയേഴ്സ് പുതിയതാണ്. ഒന്നും ചെയ്യണ്ട. വാഷ് ചെയ്യുക, പോളിഷ് ചെയ്യുക, എടുക്കുക, കൊണ്ടുപോകാം. പ്രോപ്പർ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത് നമുക്ക്? ഇത് നമുക്ക് 8,30,000 രൂപ കൊടുക്കും. 8,30,000 CVT ജാസ് 2022 38,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ഒന്നും ചെയ്യാനില്ല. ടയേഴ്സോ കാര്യങ്ങളൊന്നും മാറ്റാനില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ടോപ്പിൻ്റെ സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചൊരു 7,45 ലോൺ വരും. കിട്ടുകയും ചെയ്യും. അടുത്ത വണ്ടിയിലോട്ട്. നല്ലൊരു ഹെവി മഴ കഴിഞ്ഞു. അപ്പോൾ റോഡുകളെല്ലാം തെന്നി നിൽക്കായിരിക്കും. എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ കൂടെ ശ്രദ്ധിക്കുക. കാർ എടുത്ത് പോയാൽ പോലെ അല്ലേ? അതുപോലെ ഓടിക്കണം. അടുത്ത ടിയാഗോ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡല്. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 1,19 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി എല്ലാം ഉണ്ട്, പ്രോപ്പർ ഉള്ളതാണ്. നമുക്ക് പ്രൈസ് വന്നിട്ട് 2,60,000 രൂപ കൊടുക്കും. 2018 മോഡൽ. 18 എക്സെറ്റ് പ്ലസ് XM ആണ്. ഓക്കെ, ചെറിയ എമൗണ്ടിന് ആ ഒരു ഓട്ടത്തിന്റെ ഇതില് അത്ര എമൗണ്ട് വേറെ ഒരു ഇതുമില്ല. എന്തായാലും പുറത്തൊന്നും ഇത്രക്ക് കിട്ടൂല ചിലപ്പോ. അതിലും കുറച്ചിട്ടുള്ളത് എമൗണ്ട്. കളർ ഹൈലൈറ്റ് കളറാ ടിയാഗോയില് റെഡ്. ഓക്കെ, നല്ല ടയേഴ്സും ഉണ്ട് അല്ലേ? ടയേഴ്സ് ഉണ്ട്. ഒന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യാൻ. XM എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻ വരും. ഇതിപ്പോ മഴ പെയ്തുകൊണ്ടാണ് ഗ്ലാസ് ഇങ്ങനെ ആയത്. വൈറ്റ് കളർ ഒക്കെ പക്കാ നീറ്റാ. ഓക്കെ, എല്ലാം നീറ്റാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ ലോണിലൊരു പെട്രോൾ ടിയാഗോ വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. 2,60,000 ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, വേഗം വിളിച്ചോ. 2,60,000 രൂപയ്ക്ക് 2018 XM ടിയാഗോ കൊണ്ടുപോകാം. അടുത്ത വണ്ടി അടുത്തത് ഒരു KL 13 രജിസ്ട്രേഷനുള്ള ആൾട്ടോ 800 വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് ആയത്? 2019 മോഡൽ. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. ഓക്കെ, വണ്ടി ക്വാളിറ്റി വെഹിക്കിളാണ്. കിലോമീറ്റർ 52,000 ഓടിയിട്ടേ ഉള്ളൂ. പ്രോപ്പർ സർവീസ് ഉണ്ട്. പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. ഉണ്ട്. തേർഡ് ഓണർഷിപ്പ് 2019 വണ്ടിയാണ്.
പവറിന്റെ വരും, എയർ ബാഗ് വരും, അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങളൊക്കെ ഉള്ള. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത് അവിടെ? നമുക്ക് 2,80,000 രൂപ കൊടുക്കും. 2,80,000. 2019 മോഡലല്ലേ? 2019 മോഡലും ഉണ്ട്, 20 രജിസ്ട്രേഷനും ഉണ്ട്. 20 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 20 രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോണ് നമുക്ക് നോക്കാം. ഒരു 10-20 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ചെറിയ എമൗണ്ടിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. ഈ ഗ്രേ ഹൈലൈറ്റ് ആണ് ഓൾട്ടോ 8 അത്യാവശ്യം എല്ലാവരും ചോദിക്കുന്ന കളറാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമായിട്ട് പെട്ടെന്ന് വിളിച്ചോ അടുത്ത വണ്ടിയിലോട്ട്. നേരത്തെ ഒരു റെഡ് ഡിയാഗോ ഉണ്ടോ, ഇനി ഒരു റെഡ് നെക്സോൺ കാണാം. KL 11 രജിസ്ട്രേഷൻ, ഫസ്റ്റ് ഷേപ്പ് നെക്സോൺ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2019 മോഡൽ സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്, ഓട്ടോമാറ്റിക് AMT ഓട്ടോമാറ്റിക് വെഹിക്കിൾ 19 സിംഗിൾ ഓണർ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 49. 49,000. സർവീസ് പ്ലസ് ആ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്? സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഫുൾ സർവീസ് പോയാൽ നല്ലൊരു വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് AMT ആണ്. മൈലേജ് ഒരു 13, 14, 15 ആ റേഞ്ച് കിട്ടും ഏകദേശം. ഇതിന്റെ സെയിം തന്നെ ഡീസൽ നമ്മുടെ അടുത്ത് തന്നുണ്ട്. ഡീസലുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്. 2018 അത് നല്ല മൈലേജ് കിട്ടും. 18 റേഞ്ച് ഒക്കെ എന്തായാലും കിട്ടും. ചെറിയ ഓട്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്രോളാണ് നല്ലത്. ഒരു ഡെയിലി ഒരു നിങ്ങളൊരു 50 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഡീസൽ എടുത്തിട്ട് കാര്യമുള്ളൂ. മിനിമം അതായിരിക്കില്ല പെട്രോൾ, ഇല്ലെങ്കിൽ ഡീസലിന് മെയിൻ്റനൻസ് അത്രയും വരും അല്ലേ? സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,60,000 രൂപ കൊടുക്കും. 6,60,000 2019 XZ+ ഏറ്റവും ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രോപ്പർ ഹിസ്റ്ററി കാര്യമല്ലാണ്ട് ലോൺ ഒരു 6 ലാഖ് കിട്ടും. 6 ലാഖ് വരെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. നോക്കാം. ഓക്കെ, അടുത്തൊരു ഡീസൽ അമേസ്. ഇതൊരു മൈലേജ് കിങ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ, സെക്കൻഡ് ഓണർ ആണ്. 40 ഓട്ടം, 140 2014. ഫുൾ സർവീസ് ഉണ്ടോ? സർവീസ് ഇത് ആക്ച്വലി ഇത് റീവണ്ടിയാണ്. റീവണ്ടിയാ? ഓക്കെ, അപ്പോൾ സർവീസ് എടുത്തിട്ടില്ലല്ലേ? ഇല്ല, പക്ഷെ വണ്ടി നോക്കി പക്കാ നീറ്റാണ്. ഇന്റീരിയറൊക്കെ പക്കാ നീറ്റാണ്. ക്ലെയിമോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ്? നോർമലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റില്ല. ഡീസൽ വണ്ടി 2,40,000 കേരള നമ്പർ ആയോ? കേരള നമ്പർ 2,40,000 രൂപയ്ക്ക് ഒരു അമേസ് ഡീസൽ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഏതാ എസ് ഓപ്ഷൻ? എസ് ആണല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ 2014 ഇത്രയും ചെറിയ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. ഒന്നും പറയാനില്ല. ലോൺ എത്ര കയറൂലേ? ലോൺ കയറും ഒരു 1.25 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ എമൗണ്ടിൽ ഒരു ഡീസൽ അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട് റെഡ് സ്വിഫ്റ്റ് ആണ് അടുത്തത്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡൽ VXI ആണ്. AMT ആട്ടോ. ഓട്ടോമാറ്റിക് വാഹനമാണ്. 22 മിഡിൽ ഓപ്ഷൻ വാഹനം, പെട്രോളിൽ. അപ്പോൾ ഓട്ടോ എത്ര പോയി? സിംഗിൾ ഓണർ 49,000 കിലോമീറ്റർ. 49,000. ഓക്കെ, പ്രോപ്പർ സർവീസാ? പ്രോപ്പർ സർവീസ്. ക്ലെയിമോ കാര്യം ഒന്നുമില്ലല്ലോ? നല്ല വണ്ടിയാണ്. ഒന്നുമില്ല. സ്വിഫ്റ്റ് AMT ആണ്. ഒരു 15 to 18 റേഞ്ച് മൈലേജ് കിട്ടും AMTയിൽ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 6,87,000 രൂപ കൊടുക്കും. 6,87,000 നിങ്ങൾക്ക് ഈ ഒരു VXI ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് 2022 മോഡൽ കൊണ്ടുപോകാം. വേറെ ഒരു ക്ലെയിമോ കാര്യമൊന്നുമില്ല. ഫുൾ ടയറൊക്കെ നല്ല കണ്ടീഷൻ ടയർ, ജേക്ക ടയർ, പുതിയ മാറ്റിയതാണല്ലേ? ഓക്കെ, അപ്പോൾ ലോൺ ഇതിന് കയറും. ഇതിന് ഒരു 6,500 വരെയൊക്കെ ലോൺ കയറും. 6,000 കിട്ടും. ലോൺ കയറും. നല്ല ട്രാക്കാണ്. 6,500 വരെയൊക്കെ ലോണും കിട്ടുന്നുണ്ട്. ചെറിയ 22 അല്ല മോഡൽ. ഓക്കെ, അടുത്ത വണ്ടി കിട്ടും. അടുത്തൊരു വാഗണറിന്റെ ഫസ്റ്റ് ഷേപ്പ് ആണ്. KL 10 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2007 മോഡൽ. പേപ്പർ ഉണ്ട്, 27 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 2027 വരെ ഫുൾ പേപ്പർ ഫിറ്റായി നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, സെക്കൻഡ് ഓണർ 90 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് വന്നിട്ട് ഹൈലൈറ്റ് 99 രൂപ കൊടുക്കുക. 99,000 രൂപയ്ക്ക് 2027 വരെ പേപ്പറുള്ള ഈ ഒരു വാഗണർ. 2007 മോഡൽ 27 വരെ പേപ്പർ. VXI ആണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ് അന്നത്തെ വാഗണർ. നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടം ജെനുവിറ്റി പറയാൻ പറ്റുമോ? വണ്ടിന്റെ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് അത്ര അലമ്പായിട്ടില്ല. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന ഒരാൾക്ക് 1,00,000 രൂപയുടെ താഴെ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നിങ്ങളെ വിളിച്ചോളൂ. ഫസ്റ്റ് വാഗണറാണ്. മൈലേജ് എങ്ങനെ കിട്ടും ഇതിന്? മൈലേജ് ഇതിനൊരു 13 to 15 എക്സ്പെക്ട് ചെയ്താൽ മതി. വാഗണർ പഴയതാണല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ട്. അടുത്ത ആൾട്ടോ 800 KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡല്. സെക്കൻഡ് ഓണർ ആണ് വെഹിക്കിൾ വരുന്നത്. ഓക്കെ, LXI 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണ്. 54,000. 18 എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോഡി വർക്ക് ഉണ്ട്. പെയിന്റിംഗ് വർക്ക് ഇല്ലേ? ചെറിയൊരു പെയിന്റിംഗ് വർക്ക് ഉണ്ട്. ടച്ചപ്പ് ഉണ്ടല്ലോ ബമ്പറിൽ ഇതിലൊക്കെ ആയിട്ട്. സൈഡിൽ ഇന്റീരിയർ ഒക്കെ പക്കാ നീറ്റാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. എത്ര പേര് ചോദിക്കുന്നത്? നമുക്ക് 2,35,000 രൂപ കൊടുക്കും. 2018 56,000 കിലോമീറ്റർ ഓടിയ വണ്ടി 2,30 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2,35.
35 സോറി അൾട്ടോ 800. 2 ലക്ഷത്തിന്റെ മേലെ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. ലോണും കിട്ടും. ഈ പറയുന്ന വില എന്തെങ്കിലും ഫൈനലാക്കാൻ പറ്റുമോ? ഒരു മാറ്റമൊക്കെ വരുത്തി കൊടുക്കാം. പക്ഷെ 18 അൾട്ടോ 800 അതെ, നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ചെറിയ എന്തൊക്കെ നോക്കി പിന്നെ ചെയ്ത് തരാം അല്ലേ? വണ്ടിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കണ്ട. ഇതിപ്പം യാർഡായിട്ടാണ് മൊത്തം ചെറിയ പിടിച്ച് തുടങ്ങി. യാർഡ് നമുക്ക് രക്ഷ എടുത്തിട്ടുണ്ടെങ്കിലും വണ്ടി ക്വാളിറ്റി വെക്കണം. യാർഡ് മാറ്റാൻ പോകല്ലേ? യാർഡ് വർക്ക് എടുക്കാണ്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത വാഹനം KL 11 രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡല്, സിംഗിൾ ഓണറാണ്. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുക. ഓട്ടം എത്ര പോയി ഇപ്പോൾ? ഓട്ടം കറക്റ്റ് സർവീസാണ്. ഓട്ടം 1,74,000 ഓടിയിട്ടുണ്ട്. 1.74 പെട്രോൾ വണ്ടിയാണ്. പെട്രോളാണ് കുഴപ്പമൊന്നും വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. എഞ്ചിൻ ചാകുന്നവരെ എന്തായാലും ഓടാം, വേറെ പണികളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. സിംഗിൾ ഓണർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ റിവേഴ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കാണിച്ച ഒരു വണ്ടിയുടെ കിലോമീറ്റർ റിവേഴ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പ്രോപ്പർ സംഭവമാണ് ഉള്ളത്. ഇത് നമുക്ക് 3,30,000 രൂപ കൊടുക്കാം. 3.30 2015 VXI സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3.30 2015 VXI സ്വിഫ്റ്റ്. അപ്പോൾ ഇതുപോലെയുള്ള വെടിക്കെട്ട് വിലകളിലുള്ള വേറെ വാഹനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഇതിന് ഫുൾ ലോൺ കയറില്ല എന്തായാലും? ഫുൾ ലോൺ ഒരു 3 lakhs വരെയൊക്കെ ലോൺ നമുക്ക് ചെയ്യാം. ഓക്കെ, 30,000 കണ്ടായി ഇറക്കാം. നമ്മുടെ ഇതിൻ്റെ അവസാനത്തെ വാഹനം വാഗണറാണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വരുന്ന വാഗണർ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2024 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ ZXi പ്ലസ്. 24 ഏറ്റവും ടോപ്പിൻ്റെ വാഹനം വരുന്ന വണ്ടിയാണ്. ഡ്യുവൽ ടോൺ. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഓട്ടോ എത്രയാണ്? 24,000 കിലോമീറ്റർ. 24 മോഡൽ 24,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. നിലവിൽ വാറണ്ടി ഉണ്ട്. 2024. 24 27 വരെ കമ്പനി വാറണ്ടിയിൽ ഉണ്ടാവും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 6,29,000 രൂപ കൊടുക്കും. 6,29 2024 ZXi പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് വാഗണറാണ്. പുതിയ 8,70,000 രൂപ വരെ വരുന്നത്. 8,70,000. ഓക്കെ, ഫുൾ കമ്പനി ഹിസ്റ്ററി പോയ വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത് ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ട്രാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. നോക്കാം. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഓഫ് കോർണർ ഉണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, അതിലേക്ക് വിളിക്കുക. വാട്സാപ്പിൽ ഹായ് അയച്ചാൽ കാറ്റലോഗ് വരും. കാറ്റലോഗ് ഫുൾ സ്റ്റോക്ക് കിട്ടും. സ്റ്റോക്ക് ഫോട്ടോസ് അടക്കം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ വീഡിയോയിൽ അതില്ലായിരുന്നു. ഇപ്പോൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റാക്കി ചെയ്ത് ഹായ് അയച്ചാൽ മതി. ഫുൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാറ്റലോഗിൽ കിട്ടും. അപ്പോൾ ആ നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടാൽ മതി. ജസ്റ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. ലൊക്കേഷനും കൂടി ഒന്നും കൂടി നമ്മുടെ മീൻചന്ത, കോഴിക്കോട് മീൻചന്ത ബൈപ്പാസിൽ, മീൻചന്ത ബൈപ്പാസ് അല്ല, മീൻചന്തയിൽ നിന്ന് രാമനാട്ട് കയറി പോകുന്ന റൂട്ടിൽ അല്ലേ? ഓക്കെ, മീൻചന്ത ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 200 മീറ്റർ തൊട്ടടുത്ത് തന്നെ നമ്മുടെ യാർഡ് നടക്കാനുള്ള ദൂരമുള്ളൂ. യാർഡിലേക്കുള്ളൂ. അതെ, അവിടെയാണ് യൂസ് കാറിൻ്റെ മെയിൻ സെറ്റപ്പ്. മൾട്ടി ബ്രാൻഡ് നേരത്തെ കാണിച്ച യാർഡാണ് യൂസ് കാറിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. ഷാജ, താങ്ക് യു, ബൈ.